എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളി യാത്ര ഇപ്രാവശ്യം പോകുന്നത് അർജൻറ്റീനയിലും ബ്രസീലിലും വ്യാപിച്ചെടുക്കുന്ന ഇഗാസു ഫാൾസ് കാണാനാണ്. നമ്മൾ ആദ്യം കാണുന്നത് അർജൻറ്റീനൻ പാർട്ടാണ്. അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് അതിരാവിലെ നമ്മൾ പുറപ്പെടുന്ന പരിപാടിയാണ്. ഏകദേശം 2:30 നമുക്ക് എയർപോർട്ടിലെത്തി. നമുക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം 1.25 മണിക്കൂർ യാത്രയുണ്ടാവും. IGR എന്ന് പറയുമ്പോൾ ഇഗാസു ഫാൾസിൻ്റെ അർജൻറ്റീന സൈഡിലുള്ള എയർപോർട്ടിൻ്റെ പേരാണ്. രാവിലെ ആയതുകൊണ്ട് അത്ര വലിയൊരു തിരക്കില്ല. നല്ല വൃത്തിയുള്ള എയർപോർട്ടാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡയറക്ഷൻസ് എല്ലാം എഴുതി വച്ചിരിക്കുന്നതൊക്കെ നല്ല ക്ലിയറായിട്ട് ഉണ്ട്. നമുക്ക് സംശയങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ചെക്ക്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ IGRലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ആ പച്ചപ്പിൻ്റെ കാടിൻ്റെ നടുക്ക് ഒരു എയർപോർട്ടാണിത്. നയാഗ്ര ഫാൾസുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നയാഗ്ര എപ്പോഴും സിറ്റിയിലാണ്. പിന്നെ വെള്ളം വീഴുന്നതിൻ്റെ അളവ് വളരെ ക്വാണ്ടിറ്റി കൂടുതലാണ്. പ്രധാനമായിട്ട് നയാഗ്രയ്ക്ക് 3 ഫാൾസാണുള്ളത്. അമേരിക്കൻ സൈഡ്, കനേഡിയൻ സൈഡ്, പിന്നെ ഹോഴ്സ് ഷൂ ഫാള്. പക്ഷേ ഇഗാസു ഫാൾസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഹൈറ്റ് കൂടുതലുണ്ട്. വീഴുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പെർ മിനിറ്റ് അല്ലെങ്കിൽ പെർ സെക്കൻഡ് കുറവാണ്. 270ഓളം ചെറിയ ഫാളുകൾ ചേർന്നിട്ടാണ് ഇഗാസു ഫാൾസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു 2.25 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരേ ലൈനിൽ ആണ് ഈ ഫാളുകളുള്ളത്. നമ്മൾ നാഷണൽ പാർക്കിൻ്റെ ഗേറ്റ് കടന്ന് അതിൻ്റെ എൻട്രി പോയിന്റിലേക്ക് വരികയാണ്. ഗേറ്റ് കുറച്ച് ബാക്കിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് യാത്രയുണ്ട് പ്രധാനമായിട്ട് ടിക്കറ്റിംഗ് ഏരിയയിലേക്ക് പോകാൻ. സാധാരണ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. പൊതുവേ ആ സമയത്തുള്ള പൾസൊക്കെ ഞങ്ങളൊന്ന് നോക്കി. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നാലും ടിക്കറ്റ് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയാണെന്നുള്ള മനസ്സിലായി. അല്ലെങ്കിൽ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പം കാണാൻ ബുദ്ധിമുട്ടാവും. കാരണം ഒരു പരിധി കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയും ഈ വാക്ക് വേസൊക്കെ ഭയങ്കര തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തും. ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത്. സോളോ ട്രിപ്പ് വരുമ്പോൾ കുറേ ഗ്രൂപ്പായിട്ട് വരുമ്പോഴൊക്കെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സോളോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഗ്രൂപ്പായിട്ടാണെങ്കിൽ ടാക്സി വിളിക്കുകയാണെങ്കിൽ വലിയ തടിക്ക് പിടിക്കില്ല. എല്ലാവരും ഓരോരുത്തരും ഓരോ ജോലി എടുക്കുന്നതുകൊണ്ട് വലിയൊരു കഷ്ടപ്പാടില്ലാതെ ടൂറ് മുമ്പോട്ട് നീങ്ങും. ഇതിൻ്റെ അകത്തേക്ക് ചെക്കിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് ഗേറ്റ് കടക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ ഒരു ഇക്കോളജിക്കൽ ട്രെയിനുണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഫാൾസിൻ്റെ പല ഏരിയയിലേക്കും പോകുന്നത്. ഇതിവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൽ അത്യാവശ്യം ഒരു ക്യൂ ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് നടന്നു പോയിട്ടാണ് നമ്മൾ ഇക്കോളജിക്കൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇക്കോളജിക്കൽ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുമ്പം LPGയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനാണ്. പിന്നെ തുറന്നിട്ട് ഓപ്പണായിട്ടുള്ള ഒരു ട്രെയിനാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു കളറും ഒക്കെയാണ് അവിടെ ഉള്ളത്. നമ്മളതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇവിടെ ഭക്ഷണം, സ്നാക്സൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കഴിക്കാം. അത്യാവശ്യം ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്, 1-2 റെസ്റ്റോറൻറ്റ്, സ്നാക്ക് ബാറുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കഴിക്കാം. കോട്ടീസ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. അതിനെ ഫീഡ് ചെയ്യിക്കരുത്. വളരെ ഫ്രണ്ട്ലി ആയൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കും. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പല കാരണങ്ങളാണ് അത് അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാത്രം പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു പ്രധാന റെസ്റ്റോറൻ്റാണ്. ബുഫേ റെസ്റ്റോറൻറ്റ് ലാ സെൽവ എന്ന് പറയും. അല്പം കത്തിയാണെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ കിട്ടി. ഇനിയിപ്പോൾ ഒരു 25 മിനിറ്റ് ഇക്കോളജിക്കൽ ട്രെയിനുള്ള യാത്രയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇരുത്തവും കാറ്റും കൊണ്ടിട്ടുള്ള കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ്. മഴ പെയ്യുന്നില്ല. സണ്ണി ഡേയ്സ്, സായിപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം സണ്ണി ഡേയ്സ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ.
വെയിലിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇതൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സ്. 2 സ്റ്റേഷനാണുള്ളത്. ഒന്ന് ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ടിൽ പോകാനുള്ള ഒരു വഴി, പിന്നെ ഡെവിൾസ് ത്രോട്ട്. അങ്ങനെ 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് 2 റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നമ്മൾ ആദ്യമായി ഡെവിൾസ് ത്രോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഡെവിൾസ് ത്രോട്ട് എന്ന് പറയുന്നത് ഇഗാസു റിവർ ഒരു കുഴിയിലേക്ക് വലിയ ശബ്ദത്തോടുകൂടി വീഴുന്ന ഒരു സീനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ മിസ്റ്റ് പോലെ ഇങ്ങനെ മൂടൽ മഞ്ഞ് പോലെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ചെറുമ്പ് വെയിലിൻ്റെ ഒരു ദിശ അനുസരിച്ച് മഴവില്ല് കാണാൻ പറ്റും. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഏകദേശം 1.25 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വാക്കിംഗ് വേസ് ആണ്. 1 വേ പോലെ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഒക്കെ ചില സ്ഥലങ്ങളിൽ 2 വഴിയുണ്ട്. ചില സ്ഥലത്ത് കോമൺ ആണ്. ഇഗാസു നദിയുടെ മേലെ കൂടെയാണ് ഈ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. എങ്കിൽ പോലും ചില അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മൃഗങ്ങളെ കാണാം, പക്ഷികളെ കാണാം, മത്സ്യങ്ങളെ കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പോയിട്ട് രാവിലെ പോയ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ സൗണ്ട് കൂടുതൽ കേൾക്കാം. പുക പോലെ മിസ്റ്റ് ഇങ്ങനെ പോകുന്ന കാണാം. ഈ നടത്തം ആസ്വദിക്കുക. നമ്മൾ ഏകദേശം ഡെവിൾസ് ത്രോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് പുക പോലെ പോകുന്ന കാണാം. വെള്ളം വലിയൊരു കുഴിയിലേക്ക് വീണിട്ട് മിസ്റ്റ് ഉണ്ടായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് നന്നായിട്ട് കേൾക്കാം. നമ്മൾ അടുക്കും തോറും അതിൻ്റെ സൗണ്ടിൻ്റെ ശക്തി കൂടി വരുന്നുണ്ട്. മഴ കൂടുതലുണ്ടെങ്കിൽ ഫാളിൻ്റെ ശക്തി കൂടും, വെള്ളം കൂടും. ഈ പാറ കാണുന്ന ഭാഗങ്ങളൊക്കെ നിറഞ്ഞ് വെള്ളം മാത്രമായിട്ട് കാണും. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുക, ആസ്വദിക്കുക, അതൊക്കെ തന്നെ ഇവിടുത്തെ പ്രധാന പരിപാടികൾ. ചെറിയ ചില അപകടങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് വെള്ളം കൂടിയ സമയത്ത്. എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഷൂട്ടിങ്ങും കാഴ്ചയൊക്കെ ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി 2 ഇൻഫീരിയർ റൂട്ട്, സുപ്പീരിയർ റൂട്ടാണുള്ളത്. ഇത് രണ്ടും കൂടെ നമുക്ക് എന്തായാലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇൻഫീരിയർ റൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.
അതിന് നമ്മൾ ഡെവിൾസ് ത്രോട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ എൻട്രി ആയിരുന്ന ആ ഭാഗത്തേക്ക് നീങ്ങണം. അവിടെ നിന്നാണ് നമ്മൾ ഇൻഫീരിയർ റൂട്ടിലേക്ക് പോകുന്നത്. ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്, കാരണം കാലാവസ്ഥയും ഒക്കെ അനുകൂലമാണല്ലോ. അർജൻറ്റീന വിസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ US വിസയോ കാനഡിയൻ വിസയോ ഉള്ളവർക്ക് ETA അല്ലെങ്കിൽ ആവെ ഓതറൈസേഷൻ ഡി വിയാഹെ ഇലക്ട്രോണിക്ക $400 വരും ചാർജ് കേട്ടോ, എംബസി കൊടുക്കാൻ തന്നെ. ബാക്കി നമ്മുടെ പ്രോസസ്സിങ് ഏജൻസി ചാർജൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. 2023 വരെ $200 ആയിരുന്നു, അത് ഒറ്റയടിക്ക് $400 ഉയർത്തി. കാരണം ടൂറിസ്റ്റുകൾ ധാരാളം എത്താൻ തുടങ്ങി. അതൊരു നല്ലൊരു വരുമാനമായിട്ട് വന്നു. കൂടുതൽ ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങിയതുകൊണ്ട് ആ പണം കൂട്ടി. പിന്നെ ബ്രസീലിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ബ്രസീൽ വിസ എടുക്കണം. അതിന് നമ്മൾ പോകേണ്ടതില്ല, എന്നാലും അത് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് അയച്ചു കൊടുക്കണം എംബസിയിലേക്ക്. അങ്ങനെ നമ്മൾ അടുത്ത സുപ്പീരിയർ ഇൻഫീരിയർ റൂട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ റൂട്ട് ആശാന്മാരൊക്കെ റൂട്ട് പഠിക്കുകയാണ്. ഓരോ കാര്യത്തിലും ഓരോരുത്തരും ആശാന്മാരായിരിക്കുമല്ലോ, അപ്പോൾ അത് അവർക്കങ്ങ് കൊടുത്തു. അങ്ങനെ റൂട്ട് കണ്ടുപിടിച്ചു. കുറച്ച് നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ബ്രസീലിയൻ സൈഡ്, മറ്റേ സൈഡിൽ നിന്ന് ഫാൾസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഫാളുകളുണ്ട്. അതിലെല്ലാം വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. ഇടയ്ക്ക് സ്നാക്ക് ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. ബിയർ കഴിക്കാം, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാം.
നമ്മൾ യാത്രയിൽ കണ്ട കോവാട്ടിസ് എന്ന് പറയുന്ന ഒരുതരം ജീവിയാണ്. ഈ സൗത്ത് അമേരിക്കയിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ടീമായിട്ടാണ് വരിക. പക്ഷെ ഇത് റാബിസ് സാധ്യതയുള്ള ഒരു മൃഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ചെന്ന് മനസ്സിലായത്. ഉപദ്രവിക്കുകയൊന്നുമില്ല, പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കും, അടുത്ത് വന്നിരിക്കും. പക്ഷെ നമ്മളറിയാലോ, അടുത്ത് വരുമ്പം പെട്ടെന്ന് നമ്മൾ പേടിച്ചാൽ അതും പേടിക്കും. അപ്പോൾ ഒരു മാന്താനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം അകലം പാലിക്കുന്നതാണ് നല്ലത്. ഇതിന് ഫീഡ് ചെയ്യാൻ പാടില്ലെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്പം അകൽച്ച പാലിക്കുന്നതായിരിക്കും മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ നല്ലത്. അങ്ങനെ നമ്മൾ ഇൻഫീരിയർ റൂട്ട് കംപ്ലീറ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി തിരിച്ചുള്ള പോക്കാണ്. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട്. അവർ ക്യൂ നിർത്തി ആദ്യം വന്നവരെ ആദ്യം കയറ്റി വിടുകയാണ്. അപ്പം ആദ്യം ഉച്ചയ്ക്ക് മുമ്പ് വന്നവരൊക്കെ പതുക്കെ സ്റ്റേഷൻ വിടാൻ തുടങ്ങി.
അങ്ങനെ നമ്മൾ ഇഗാസു ഫാൾസിൻ്റെ അർജൻറ്റീന സൈഡ് കണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ചെല്ലാ ബോർഡർ ക്രോസ് ചെയ്ത് ബ്രസീലിലേക്ക് പോകും. അവിടെ ബ്രസീലിൻ്റെ ഭാഗമുണ്ട് ഇഗാസു ഫാൾസിൻ്റെ, അത് കാണും. പിന്നെ പരാഗ്വേയിൽ പോകണം. പരാഗ്വേ ബ്രസീൽ അർജൻറ്റീന ചേരുന്ന ഒരു ട്രസ് ഫൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, 3 കൂടെ ചേരുന്നത്. ആ ഭാഗം കാണണം. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. Dengan mayoritas kaya kan akan terjadi lagi.